2024 ജൂലൈ 30 വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ 10, 11, 12 വാർഡുകളിലായി 4 പ്രദേശങ്ങൾ പൂർണ്ണമായും മലവെള്ളപ്പാച്ചിലിൽ ശക്തമായ ഉരുൾപൊട്ടലിൽ നാമാവിശേഷമായത്. ഈ ദുരന്തത്തിൽ 298 പേരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. 1000-ൽ പരം കുടുംബങ്ങൾക്ക് അവരുടെ വീടും സ്ഥലവും പൂർണ്ണമായും നഷ്ടപ്പെട്ടു. 2000-ഓളം പേർക്ക് അവരുടെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഇങ്ങനെ വിവരണാതീതമായ ദുരന്തത്തെയാണ് വയനാടിലെ ജനങ്ങൾ നേരിടേണ്ടി വന്നത്. ഒരു ചുരുങ്ങിയ പ്രദേശത്ത് വൻതോതിൽ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഈ ദുരന്തം നാടിനെ ആകെ വല്ലാതെ വേദനിപ്പിച്ചതാണ്. സംസ്ഥാന ഗവൺമെൻറ് സാധ്യമായ എല്ലാ നടപടികളും ഈ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനും സ്വീകരിക്കുകയുണ്ടായി. പക്ഷേ എല്ലാ ശ്രമങ്ങൾ നടത്തിയിട്ടും 208 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ജീവൻ നഷ്ടമായി. വളരെ വിവരിക്കാൻ കഴിയാത്ത നിലയിലുള്ള ദുരന്തമാണ് ഈ വയനാട് ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെൻറ് സാധ്യമായ എല്ലാ ദുരിതാശ്വാസ നടപടികളും സ്വീകരിക്കേണ്ടായി. 4 മന്ത്രിമാർ വയനാട് കേന്ദ്രീകരിച്ച് പുനരധിവാസ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയുണ്ടായി. 4 മാസക്കാലമാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയത്. കേന്ദ്ര ഗവൺമെൻറ് സൈന്യത്തെ അയച്ചു, ഹെലികോപ്റ്റർ അയച്ചു ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന്. ഇതിനെല്ലാം ചെലവായ തുക കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ നിന്നും തിരിച്ചു പിടിക്കുക, സമ്മർദ്ദം ചെലുത്തി ഈ തുകയാകെ വാങ്ങിയെടുക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. കേന്ദ്ര ഗവൺമെൻറ് ഒരു പൈസ പോലും ഈ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി നൽകിയില്ല. ഇപ്പോൾ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടും കേന്ദ്ര ഗവൺമെൻറ് ഒരു സഹായവും നൽകുന്നില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള സ്ഥിതി. ഈ സന്ദർഭത്തിലാണ് കേരളത്തിലെ ഗവൺമെൻറ് 750 കോടി രൂപ ബജറ്റിൻ്റെ ഭാഗമായി അനുവദിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഫലപ്രദമായ നിലയിൽ നേതൃത്വം നൽകി വരുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ജനവിരുദ്ധ നടപടിക്കെതിരായി ജനങ്ങളെ ആകെ യോജിപ്പിച്ച് അണിനിരത്താനാണ് CPIM ശ്രമിച്ചിട്ടുള്ളത്. വയനാട് ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ മുമ്പിലേക്ക് 24 മണിക്കൂർ നീണ്ടുനിന്ന ഉപവാസ സമരം നടത്തുകയുണ്ടായി. സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ടും കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നടപടിയിൽ ജനങ്ങളാകെ ഒറ്റക്കെട്ടായി നിന്ന് പ്രതിഷേധിക്കണം എന്നുള്ളതാണ് CPIM സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെടുന്നത്. CPIM സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തിൽ ഈ നില വിശദമായി പരിശോധിക്കുകയും വലിയ തോതിൽ ചെറുത്തുനിൽപ്പിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിപ്പിക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ സഹായമില്ലെങ്കിലും പുനരധിവാസ നടപടിയുമായി മുമ്പോട്ട് പോകുമെന്നുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാട് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. കേന്ദ്ര നയത്തിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൽ എല്ലാ ജനവിഭാഗങ്ങളും അണിചേരണമെന്ന് CPIM സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തിലൂടെ അഭ്യർത്ഥിക്കുന്നു.